ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ പരംരുദ്രയാണ്. പരംരുദ്ര. ദേശീയ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ പരംരുദ്ര. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റീരിയോളജി പൂനെ, നോയിഡ നാഷണൽ സെന്റർ ഫോർ മെഡിക്കൽ റേഞ്ച് വെതർ ഫോർകാസ്റ്റ് എന്നിവിടങ്ങളിലെ കാലാവസ്ഥാ ഗവേഷണത്തിനായി സ്ഥാപിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് അർക്ക അരുണിമ എന്നിവ. അർക്ക അരുണിമ എന്താണ്? പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി, നോയിഡ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് എന്നിവിടങ്ങളിൽ കാലാവസ്ഥാ ഗവേഷണത്തിനായി സ്ഥാപിച്ച ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സംവിധാനമാണ് അർക്ക അരുണിമ എന്നിവ. രാജ്യത്ത് ആദ്യമായി ഡയറക്ട് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത് BSNL ആണ്. ഇതാണ് രാജ്യത്ത് ആദ്യമായി ഡയറക്ട് ടു ഡിവൈസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത് BSNL ആണ്. പ്രസാർ ഭാരതി ആരംഭിച്ച OTT പ്ലാറ്റ്ഫോമാണ് വേവ്സ്. പ്രസാർ ഭാരതി ആരംഭിച്ച OTT പ്ലാറ്റ്ഫോം ഏതാണ്? വേവ്സ് ആണ്. ലോകത്ത് ആദ്യമായി 6G ഉപകരണം പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. ലോകത്ത് ആദ്യമായി 6G ഉപകരണം പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏകലവ്യ. ഇന്ത്യൻ ആർമി ഓഫീസർമാരുടെ പരിശീലനത്തിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏകലവ്യ. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം വിഷാദരോഗത്തിന് മരുന്ന് നിർദ്ദേശിക്കാൻ തയ്യാറാക്കിയ AI ടൂളാണ് പെട്രുഷ്ക. എന്താണ്? ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം വിഷാദരോഗത്തിന് മരുന്ന് നിർദ്ദേശിക്കാൻ തയ്യാറാക്കിയ AI ടൂളാണ് പെട്രുഷ്ക. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ക്യൂഫീൽഡ്. ക്യൂഫീൽഡ് എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷനാണ് ക്യൂഫീൽഡ്. സെബി നിക്ഷേപകർക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടാണ് സേവ. അപ്പൊ എന്താണ്? സെബി നിക്ഷേപകർക്കായി അവതരിപ്പിച്ച AI ചാറ്റ് ബോട്ടാണ് സേവ. കേരളത്തിലെ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദുരന്ത സാഹചര്യങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് സന്നദ്ധ സേന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് ആണ്. അപ്പൊ കേരളത്തിലെ സന്നദ്ധ സേനാ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദുരന്ത സാഹചര്യങ്ങളിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് സന്നദ്ധ സേന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് ആണ്. സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, സേവനദാതാക്കൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് സഹകരിക്കാനും ആശയങ്ങൾ കൈമാറുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി. അപ്പൊ എന്താണ്? സ്റ്റാർട്ടപ്പുകൾ, നിക്ഷേപകർ, സേവനദാതാക്കൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും സഹകരിക്കാനും ആശയങ്ങൾ കൈമാറുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഭാരത് സ്റ്റാർട്ടപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി. AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ അധിഷ്ഠിത ഫോറസ്റ്റ് ഫയർ ഡിറ്റൻഷൻ സിസ്റ്റം സ്ഥാപിച്ചത് പെഞ്ച് ടൈഗർ റിസർവിലാണ്. പെഞ്ച് ടൈഗർ റിസർവ്. AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ അധിഷ്ഠിത ഫോറസ്റ്റ് ഫയർ ഡിറ്റൻഷൻ സിസ്റ്റമാണ് പെഞ്ച് ടൈഗർ റിസർവിലാണ് സ്ഥാപിച്ചത്. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് BSNL ആരംഭിക്കുന്ന പുതിയ സംവിധാനമാണ് സർവത്ര. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് BSNL ആരംഭിക്കുന്ന പുതിയ സംവിധാനമാണ് സർവത്ര. രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തിൽ കുറ്റകൃത്യം ചെയ്തു മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റിംഗ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അപ്പൊ എന്താണ്? രാജ്യത്തെ ഏതെങ്കിലും ഒരു വിധത്തില് കുറ്റകൃത്യം ചെയ്തു മുങ്ങുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റിംഗ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം.
പൗരത്വ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് CAA 2019. പൗരത്വ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് CAA 2019. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അധികൃതരെ അറിയിക്കുന്നതിനുള്ള ആപ്പാണ് CVGIL. അപ്പൊ എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് അധികൃതരെ അറിയിക്കുന്നതിനുള്ള ആപ്പ് CVGIL. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് K-Smart. K-Smart എന്താണ്? കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് ട്രാൻസ്ഫർമേഷൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് K-Smart, കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ആൻഡ് ട്രാൻസ്ഫർമേഷൻ. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്ക് തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറാണ് പ്രതിബിംബ്. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയിടുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച സോഫ്റ്റ്വെയറാണ് പ്രതിബിംബ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് വോട്ടർ ടേൺഔട്ട് ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ വേഗത്തിൽ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ വോട്ടർ ടേൺഔട്ട് ആപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിലായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ എൻകോർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഫ്റ്റ്വെയർ ആണ് എൻകോർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്. നോ യുവർ കാൻഡിഡേറ്റ്. അപ്പൊ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ്. മൈക്രോസോഫ്റ്റ് ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർഗേറ്റ്. മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറാണ് സ്റ്റാർഗേറ്റ്. വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓപ്പൺ എഐയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് മോഡലാണ് സോറ. എന്താണ്? വീഡിയോകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഓപ്പൺ എഐയുടെ ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റീവ് മോഡലാണ് സോറ. കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, വിവരങ്ങൾ, ഉറവിടങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ആപ്പാണ് MyCGHS. കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ഗുണഭോക്താക്കൾക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, വിവരങ്ങൾ, ഉറവിടങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ആപ്പാണ് MyCGHS. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനുമായി വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI സംവിധാനം അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ ബാങ്കാണ് ഫെഡറൽ ബാങ്ക്. 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. എന്താണ്? 20 ലക്ഷം ഇന്ത്യക്കാർക്ക് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസനത്തിന് പരിശീലനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ഗൂഗിൾ പുറത്തിറക്കിയ ഓപ്പൺ AI മാതൃക AI മാതൃക ഗമ്മയാണ്. ഗമ്മ. ഗൂഗിൾ പുറത്തിറക്കിയ ഓപ്പൺ AI മാതൃകയാണ് ഗമ്മ.
ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനി ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ. ഇൻഡസ് ആപ്പ് സ്റ്റോർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിന് ബദലായി ഫിൻടെക് കമ്പനിയായ ഫോൺപേ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഇൻഡസ് ആപ്പ് സ്റ്റോർ. കാഴ്ച പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബാണ് ലൂയി. കാഴ്ച പരിമിതർക്ക് വേണ്ടി മലയാളികൾ വികസിപ്പിച്ചെടുത്ത ടാബ് ഏതാണ്? ലൂയിയാണ്. ലൂയി. സ്പാം കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് ചക്ഷു. സ്പാം കോളുകൾ റിപ്പോർട്ട് ചെയ്യാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ ചക്ഷു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ബഹിരാകാശ യാത്രികരെ പിന്തുണയ്ക്കുന്നതിനായി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് സഖി. മാർച്ചിൽ ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച ഇൻഷുറൻസ് പോളിസിയുടെ ഓൺലൈനാണ് ബീമാ സുഖം. ബീമാ സുഖം. കുട്ടികളെയും രക്ഷിതാക്കളെയും വാർത്തകളും അറിയിപ്പുകളും മറ്റ് വിവരങ്ങളും അറിയിക്കാൻ വേണ്ടി CBSE പുറത്തിറക്കിയ പോർട്ടലാണ് ശിക്ഷാവാണി. ശിക്ഷാവാണി. സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കാൻ വേണ്ടി മൊബൈൽ ദോസ്ത് എന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കാൻ വേണ്ടി മൊബൈൽ ദോസ്ത് എന്ന ആപ്ലിക്കേഷൻ ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. നിക്ഷേപകർക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ട്രേഡിംഗിനെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ സെബി പുറത്തിറക്കിയ ആപ്പാണ് സാരഥി. നിക്ഷേപകർക്ക് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ട്രേഡിംഗിനെ കുറിച്ചും കൃത്യമായ വിവരങ്ങൾ നൽകാൻ സെബി പുറത്തിറക്കിയ ആപ്പാണ് സാരഥി. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 14. ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 14 സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 15 സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 15 ഗൂഗിൾ ക്ലൗഡ് നെക്സ്റ്റ് 24 ഇവന്റിൽ ഗൂഗിൾ പാർട്ണർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AI ഇന്നോവേഷൻ കമ്പനിയാണ് റിയഫെ ടെക്നോളജീസ്. എന്താണ്? ഗൂഗിൾ ക്ലൗഡ് നെക്സ്റ്റ് 24 ഇവന്റിൽ ഗൂഗിൾ പാർട്ണർ ഓഫ് ദി ഇയർ അവാർഡ് കരസ്ഥമാക്കിയ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AI ഇന്നോവേഷൻ കമ്പനി റിയഫെ ടെക്നോളജീസ്. നീതി ആയോഗിന്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ അധ്യാപികയാണ് ഐറിസ്. ഐറിസ്. നീതി ആയോഗിന്റെ പദ്ധതിയായ അടൽ ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ അധ്യാപികയാണ് ഐറിസ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് IT മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് IT മിഷൻ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന മദ്രാസ് IITയും വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടാണ് പ്ലൂട്ടോ. കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന മദ്രാസ് IITയും വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട് പ്ലൂട്ടോ. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ പോർട്ടലാണ് സഞ്ചാർ സാഥി. ഓൺലൈൻ തട്ടിപ്പ് കോളുകൾ ജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ പോർട്ടലാണ് സഞ്ചാർ സാഥി. കേന്ദ്രത്തിന്റെ AI അധിഷ്ഠിത വ്യാജ സിം കാർഡ് വേട്ടയാണ് അസ്ത്ര. കേന്ദ്രത്തിന്റെ AI അധിഷ്ഠിത വ്യാജ സിം കാർഡ് വേട്ടയാണ് അസ്ത്ര. 2030 2.7 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി വഴി ഇന്റർനെറ്റ് ഉറപ്പാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്രോഡ്ബാൻഡ് മിഷൻ 2.0. 2030 2.7 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി വഴി ഇന്റർനെറ്റ് ഉറപ്പാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ബ്രോഡ്ബാൻഡ് മിഷൻ 2.0. ബസ്സുകൾ എവിടെ എത്തിയെന്നും കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. അപ്പൊ എന്താണ്? ബസ്സുകൾ എവിടെ എത്തിയെന്നും
കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ചലോ ആപ്പ്. സൈനികർക്കിടയിൽ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖലയാണ് സംഭവ്. സൈനികർക്കിടയിൽ സുരക്ഷിത ആശയവിനിമയത്തിനായി ഇന്ത്യൻ ആർമി തദ്ദേശീയമായി വികസിപ്പിച്ച നെറ്റ്വർക്ക് ശൃംഖലയാണ് സംഭവ്. നിയമ നടപടിക്രമങ്ങളിൽ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുപ്രീം കോടതി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് സുവാസ്. നിയമ നടപടിക്രമങ്ങളിൽ പ്രാദേശിക ഭാഷകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുപ്രീം കോടതി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറാണ് സുവാസ്. പ്രളയ മുന്നറിയിപ്പ് നൽകാനും ഡാമുകളിലെ ജലനിരപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും വേണ്ടി കേന്ദ്ര ജല കമ്മീഷൻ വികസിപ്പിച്ച ആപ്പാണ് ഫ്ലഡ് വാച്ച്. എന്താണ്? പ്രളയ മുന്നറിയിപ്പ് നൽകാനും ഡാമുകളിലെ ജലനിരപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും വേണ്ടി കേന്ദ്ര ജല കമ്മീഷൻ വികസിപ്പിച്ച ആപ്പാണ് ഫ്ലഡ് വാച്ച്. മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും വേണ്ടി ടെലികോം മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത ആപ്പാണ് സഞ്ചാർ സാഥി. ഇങ്ങനെയാണ് സാഥി. മൊബൈൽ ഫോൺ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും വേണ്ടി ടെലികോം മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത ആപ്പാണ് സഞ്ചാർ സാഥി. അത്രയാണ് കറന്റ് അഫയേഴ്സ്.